ഹലോ ഗൈസ്, അപ്പോൾ തുടങ്ങാം. ദിസ് ഈസ് വൊഗ്വേ ചാനൽ. RJ ബാലാജി സംവിധാനം ചെയ്ത് സൂര്യ പ്രധാന വേഷത്തിലെത്തിയ കറുപ്പ് എന്ന ചിത്രം ഇപ്പോൾ തിയേറ്ററുകളിൽ ഹിറ്റായി ഓടിക്കൊണ്ടിരിക്കുകയാണ്. നല്ല കളക്ഷൻ വൈസും വരുന്നുണ്ട്. തമിഴ്നാട്ടിൽ ഒരുപാട് നല്ല റിപ്പോർട്ട്സുകളും വരുന്നുണ്ട്. ഈവൻ കേരളത്തിലും മിക്സഡ് ആണ് കുറച്ചുകൂടെ വരുന്നത് ഇപ്പോൾ. കാരണം കുറച്ച് പേർക്ക് പിടിക്കുന്നില്ലെന്ന് പറഞ്ഞു, കുറച്ച് പേർക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞു. പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടു. അതിൻ്റെ തെലുങ്ക് പതിപ്പാണ് വീരഭദ്രദു, അതായത് കറുപ്പ് വീരഭദ്രദു. ആ തെലുങ്ക് പതിപ്പിലെ കറുപ്പാ കൂടവ സോങ് സാമി വേട്ട എന്നാണ് ആ പാട്ട്. അപ്പോൾ അതിൻ്റെ തെലുങ്ക് പാട്ടാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. അങ്ങനെ അവർ റിലീസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ തെലുങ്കിൽ ഹിറ്റായി. കാവിൻ പ്രൊഡക്ഷൻസ് ആണ് അവിടെ ഡിസ്ട്രിബ്യൂട്ടും കാര്യങ്ങളൊക്കെ ചെയ്തത്. അപ്പോൾ നമുക്കത് കണ്ടുനോക്കാം. ഡ്രീം വാരിയർ പിക്ചേഴ്സ്, SR പ്രകാശ് ബാബു, SR പ്രഭു, പ്രൊഡ്യൂസ്ഡ് ബൈ. ആ ഒരു ചുവപ്പ് സായബേങ്കർ മ്യൂസിക്കൽ, GK വിഷ്ണുവൻ സിനിമാറ്റോഗ്രഫി. കറുപ്പാ കൂടവ സോങ്ങിന്റെ തെലുങ്ക് വേർഷനാണ്. സാമി വേട്ട എന്നാണ് സോങ് ടൈറ്റിൽ. വീരഭദ്രദു ആണ് സിനിമയുടെ പേര് വരുന്നത് തെലുങ്കിൽ. ഈ പാട്ടിന്റെ തിയേറ്റർ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. ഇവന്റെ രാത്രാസം സോങ് ആയിരിക്കും എന്നാണ് തോന്നുന്നത്. രാത്രാസം തന്നെ. കറുപ്പാ കൂടവ അല്ല, രാത്രാസം സോങ്ങിന്റെ തെലുങ്കാണ്. തിയേറ്റർ എക്സ്പീരിയൻസ് ഈ പാട്ടിനൊക്കെ. ഇത് കറുപ്പാ കൂടവ. സിനിമാറ്റോഗ്രഫി അല്ല, തന്നാരടി റാബടി തന്നാരടി റാബടി. സത്യം, ഈ പാട്ടിന്റെ തിയേറ്റർ എക്സ്പീരിയൻസ് വേറെ ലെവലായിരുന്നു. ആ ഇടയിലൊരു ചെറിയ രണ്ട് സ്റ്റെണ്ടുകളും ഉണ്ട്. സൂപ്പറായിരുന്നു. കാരണം ഈ പാട്ടൊക്കെ ഇറങ്ങിയപ്പോൾ ഞാൻ ഇതെന്തോന്ന് പാട്ടുകളിലെ ഞാൻ ആലോചിച്ചു. ബട്ട് ഇത് തിയേറ്ററിൽ വന്നപ്പോൾ ആ വീഡിയോയും വിഷ്വലും ഒക്കെ ആയിട്ട് കണ്ടപ്പോൾ നല്ല മാച്ച് ആവുന്നുണ്ട്. കറക്റ്റ് ടൈം തന്നെ അത് പ്ലേസും ചെയ്തിട്ടുണ്ട്. ബിക്കോസ് ഒരു സംസാരത്തോടെ കുറേ സീൻ വരുത്തുന്നതിന് പകരം ഒരു പാട്ടിട്ട് അവിടെ കുറേ സീനാക്കി ഒരു കളർഫുൾ ആക്കിയിട്ടുണ്ട്. RJ ബാലാജി ബുദ്ധിപരമായിട്ട് നീങ്ങി. രാത്രാസം പാട്ടിറങ്ങിയപ്പോൾ ഈ പോഷൻ മാത്രമേ കൊള്ളായിരുന്നു. പക്ഷെ തിയേറ്ററിൽ എല്ലാം GK വിഷ്ണു, വിഷ്വൽസ് കൊറിയോഗ്രാഫർ സാൻഡിയാണ്. എന്ത് വിഷ്വൽസ് പുള്ളി ചെയ്ത് വെച്ചിരിക്കണേ. GK വിഷ്ണു ഫുള്ള ചുവപ്പ് മയം. ചില ട്രോളുകൾ വന്നിട്ടുണ്ടായത് മുളക് പൊടി ചുവപ്പ് മാത്രമേ ഉള്ളൂ എന്നൊക്കെ. ശിവൻ തമിഴ് തന്നെയാണ് തെലുങ്കിനെക്കാളും ബെറ്റർ. അത് വേറെ സംശയമൊന്നുമില്ല. പക്ഷെ തെലുങ്ക് മോശമാക്കിയിട്ടൊന്നുമില്ല. ആ സെറ്റിംഗ് ഒക്കെ കേൾക്കുമ്പോൾ ഓക്കെയാണ്. പക്ഷെ ലിറിക്സിലേക്ക് വരുമ്പോൾ ആ ഒരു ഇമ്പാക്റ്റ് കിട്ടുന്നില്ല, ടു ബി ഓണസ്റ്റ്. ബട്ട് ആ എന്തൊക്കെ പറഞ്ഞാൽ ആ വിഷ്വൽസിന്റെ കാര്യം മറക്കാതിരിക്കാൻ പറ്റൂല. GK വിഷ്വൽസ്, നിങ്ങൾ അറ്റ്ലിയുടെ മെർസല്, ബിഗില് എല്ലാം അളപ്പുറം തമിഴിനൊക്കെ അറ്റ്ലി GK വിഷ്ണുയുടെ വിഷ്വൽസിലാണ് വന്നിട്ടുള്ളത്. ജവാനൊക്കെ പുള്ളിയുടെയാണ്, GK വിഷ്ണു ആണ്. അപ്പോൾ ഇതിലും GK വിഷ്ണു ആണ്. സൂപ്പറായിട്ട് നിങ്ങൾ കാണാൻ തന്നെ മനസ്സിലാവും. സൂര്യ ഇതിന്റെ ഓറയും സൂര്യൻ കുറച്ചു നേരം സൂര്യ ഉള്ളൂന്ന് തോന്നുന്നു. RJ ബാലാജി, സാൻഡി, സൂര്യ, GK വിഷ്ണു. അലറവിട്ട് കണ്ണടിച്ചവരെ റാമലി തന്നാലടി റാബടി റംഗാബടി താനടി തന്നാലടി റാബടി റംഗാബടി. ഇതാണ് മുളവ്. എപ്പീസ്ഡ് ബൈ ടീം RJ ബാലാജി.
വീരഭദ്രു സാമ്യവേട്ട. ഓണസ്റ്റ്ലി പല ഒപ്പീനിയൻസുകളും വരുന്നുണ്ട്. കൂടുതലും പോസിറ്റീവാണ് വരുന്നത്, പിന്നെ നെഗറ്റീവും വരുന്നുണ്ട്, ചിലത് മിക്സ്ഡ് റെസ്പോൺസും വരുന്നുണ്ട്. ബട്ട് ഓണസ്റ്റ്ലി എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ കുറേ നാളായിട്ട് സൂര്യയുടെ ഒരു പടം എൻജോയ് ചെയ്ത് കണ്ടിട്ട്, സൂര്യയുടെ ഒരു നല്ലൊരു ക്യാരക്ടർ കണ്ടിട്ട്. ഇത് സൂര്യ ഒരു ഗോഡാണ്, ഒരു ഡെമി ഗോഡാണ്. അപ്പോൾ ആ ഒരു ഫാൻറ്റസി ടൈപ്പ് ഒരു പടമായിട്ടാണ് വരുന്നത്. അപ്പോൾ ഗോഡാകുമ്പോൾ നമുക്ക് അറിയാം ഗോഡിന് എന്ത് വേണം ചെയ്യാൻ പറ്റും. ആ ഒരു മോഡൽ കണ്ടാൽ നിങ്ങൾക്ക് പടം വർക്കൗട്ട് ആകും, അല്ലാത്ത പക്ഷേ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വർക്കൗട്ട് ആവില്ല. പിന്നെ ഇതേ ഫാൻസുകാർ തന്നെയാണ് ഫാൻറ്റസിന്ന് പല മുമ്പ് വന്ന സിനിമകളും വരുമ്പോഴും കളിയാക്കലൊക്കെ വന്നിട്ട് ഇപ്പം അതിനെ പൊക്കിയടിച്ച് നടക്കുന്നത്. അപ്പോൾ സ്വന്തം കാര്യങ്ങളിലേക്ക് വരുമ്പോൾ അവർ പലതവണ കാര്യങ്ങൾ മറക്കുന്നതിൻ്റെ ഒരു ഉദാഹരണം കൂടെയാണ് ഇത്. ബട്ട് അത് ഇപ്പം അത് നമ്മൾ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം സിനിമയിലേക്ക് വരുമ്പോൾ സിനിമ ഒരു കാണുന്നവർ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകൻ എന്ന നിലയ്ക്ക് വരുമ്പോൾ ഒരു നല്ല സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത്. ഒരു പൈസ വസൂല്, അത് 2 പാട്ടുണ്ട്, 2 ഡാൻസ് ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് എല്ലാവരും. അതിന് വേണ്ടിയിട്ടാണ് ഒരു സിനിമയെന്ന്. ആ ഒരു സിനിമ തമിഴ്നാട്ടിൽ ഇപ്പോൾ നല്ല ഹിറ്റാണ്, കേരളത്തിൽ അത്യാവശ്യം ഹിറ്റായിട്ട് തന്നെയാണ് വരുന്നത്. അപ്പോൾ അത് ഒരു നല്ലൊരു കുറേ നാളിന് ശേഷമാണ് സൂര്യക്ക് ഇത്രയും ഒരു നല്ലൊരു ഇമ്പാക്റ്റ് വരുന്ന ഒരു സിനിമ വരുന്നത്. ഒരു നല്ല റോൾ ഔട്ട്, നല്ല ഫൈറ്റ്, നല്ല ഡാൻസ്, നല്ല ഓറ, നല്ല കരിഷ്മ, നല്ല മാസ് സീൻസ് എല്ലാം ചേർന്ന ഒരു പടമായിരുന്നു ഇത്. ആൻഡ് സാഹബിയങ്ങളുടെ മ്യൂസിക് ഇട്ട് കത്തിച്ചിട്ടുണ്ട്. RJ ബാലാജി ഒരു വലിയ നടനെ വെച്ച് നല്ലൊരു ഫീസ്റ്റ് തന്നെ റെഡിയാക്കി. ഇത്രയും വലിയ നായകന്മാർ എന്നിട്ട് സൂര്യ ഹിറ്റ് കിട്ടിയില്ല, RJ ബാലാജി ഒന്ന് സൂര്യ ഹിറ്റ് കൊടുത്തു. അങ്ങനത്തെ പല ടോക്കുകളൊക്കെ ഉണ്ടായിരുന്നു. ആൻഡ് ഡ്രീം വാരിയർ പിക്ചേഴ്സ് ഇങ്ങനെ ഒരു പ്രതിസന്ധി ഘട്ടം നിന്നിട്ടും ഇതിനെല്ലാം തരണം ചെയ്ത് ഇപ്പോൾ ഒരു സിറ്റുവേഷനിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇങ്ങനെ സിനിമ റിലീസ് ചെയ്യാൻ പോകുമ്പോൾ ഇതുപോലുള്ള സിനിമകൾക്ക് കടങ്ങളൊക്കെ വാങ്ങി വയ്ക്കാതെ അതെല്ലാം അഥവാ വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ സിറ്റുവേഷൻ അനുസരിച്ച് നമുക്ക് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും കൊടുത്തതിന് ശേഷം ഡേറ്റിങ് കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്യുക, അല്ലാത്ത പക്ഷം അതിന് മുൻ നിൽക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇവൻ കറുപ്പ് എനിക്ക് നന്നോട്ട് വർക്കൗട്ടായി, നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് പറഞ്ഞേക്കാൻ. ഈ വീരഭദ്രുവിലെ സാമ്യവേട്ട എന്ന സോങ് നന്നായിട്ട് തന്നെയാണ്. ബട്ട് ലിറിക്സ് വൈസ് നോക്കുവാണെങ്കിൽ തമിഴ് കേൾക്കുമ്പോൾ തന്നെ കുറച്ചുകൂടെ ഉഷാറുള്ളൂ.